24 ബിസിനസ് കോൺക്ലേവ് റെഡ് കാർപ്പറ്റിൽ എനിക്കൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുകയാണ്. DBFSൻ്റെ MD മിസ്റ്റർ പ്രിൻസ് ജോർജ്. ഹായ് സർ. ഹായ്, വെൽക്കം. അപ്പം ബിസിനസ് കോൺക്ലേവിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. കാരണം പല സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരിടത്ത് കൂടുകയാണ്. അവരുടെ ബിസിനസ് ഐഡിയാസ് പറയുന്നു, അതെങ്ങനെ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കുന്നു. ഒരു ഗോളാണ് 2047 ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാജ്യമായി മാറ്റുക. അതിനെല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു നമ്മുടെ കോൺക്ലേവിനെ കുറിച്ച്? ഇപ്പോൾ ഈ 24ൻ്റെ ബിസിനസ് കോൺക്ലേവിൽ വന്നപ്പം ഫസ്റ്റ് പാനൽ സെഷനാണ് ഇപ്പം കഴിഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സാണ് ഉണ്ടായത് കേട്ടോ. വളരെ ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും ഒരു നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് വന്നു. ഇപ്പോൾ 2047 എത്തുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നടക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു പലതരത്തിലുള്ള ആസ്പിറേഷൻസ് ഉണ്ട്. ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, ഇൻക്ലൂസീവായിട്ട് ഇന്ത്യക്ക് ഏതൊരു ലെവലിലേക്ക് എത്താൻ സാധിക്കും, അത് എങ്ങനെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇവിടുത്തെ എക്കണോമിയെ മാറ്റിമറിക്കും, ആളുകൾക്കുള്ള അവസരങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ടുള്ള ഡിസ്കഷൻസ് ഇവിടെ ഉണ്ടായി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെക്ടറിൽ കുറച്ച് നല്ലതായിട്ടുള്ള ആളെന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ എന്താണ് പറയുക, ഒരു തേർഡ് ലാർജസ്റ്റ് എക്കണോമിക് സിസ്റ്റമായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു അറ്റത്താണ് നമ്മളുള്ളത്. അപ്പോൾ 2030 അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ്, ഈ ഒരു ഗ്രോത്തിനെ കുറിച്ച് എന്താണ്? അല്ല, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മളെ എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ബെറ്റർ റോഡുകൾ, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, നമ്മളുടെ ലൈഫിലുള്ള എല്ലാ ആസ്പെക്റ്റുകളിലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഇന്ത്യയിൽ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആകാൻ സാധിച്ചാൽ അത് എല്ലാവർക്കും അവസരങ്ങൾ കൂടുതൽ തുറന്നു കൊടുക്കും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതൽ തുറന്നു കൊടുക്കും. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ സ്പീഡിനെ പറ്റി ഒരു ചെറിയ ഡൗട്ടുണ്ട്. കുറച്ചുകൂടി അഗ്രസീവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ പറ്റിയൊക്കെ. അതിവിടെ പാനലിസ്റ്റുകൾ പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള സെഷൻസ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ക്യാപിറ്റൽ മാർക്കറ്റിലാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇതിനകത്തൊരു മേജർ കോൺട്രിബ്യൂട്ടറാണ്. കാര്യം ഇഷ്ടംപോലെ IPOകളും മറ്റുമൊക്കെ വരുന്നു. അപ്പം കമ്പനികൾക്ക് വേണ്ട ഗ്രോത്ത് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഉള്ളത് ഇന്ത്യക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് അക്കാര്യത്തിൽ. താങ്ക് യു വെരി മച്ച്. DBFS MD മിസ്റ്റർ പ്രിൻസ് ജോർജ് ആണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ തോട്ട്സും പങ്കുവച്ചത്.